ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. BDJS കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ലഹരി വിരുദ്ധ പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാത്യാട്ട് നയിക്കുന്ന ജാഥ ചെറുപുഴയിൽ അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ E. മനീഷ് സ്വാഗതം പറഞ്ഞു. ബാബു പുതുപ്പാറ, VR സുനിൽ, KV അജി, BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. KK സോമൻ നന്ദി രേഖപ്പെടുത്തി. 2 ദിവസങ്ങളിൽ മലയോര മേഖലയിൽ ബോധവൽക്കരണം നടത്തുന്ന ജാഥ 29-ന് വൈകുന്നേരം ഇരിട്ടിയിൽ സമാപനം കുറിക്കും. സമാപന യോഗം അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾ ഉൾപ്പെടെ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിൽ അവരെ വഴിതെറ്റിക്കുന്ന ലഹരിക്കും അതിക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്ന നിലയിലാണ് പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏറ്റവും മികച്ച സ്കൂൾ ആണിതെന്നും വയനാട്ടിലെ ഏറ്റവും മികച്ച ലഹരി വിരുദ്ധ ക്യാമ്പസാണ് എന്ന് പറഞ്ഞ് അവാർഡ് വാങ്ങിയിട്ട് ആ പ്രിൻസിപ്പല് ഒരാഴ്ച തികയുന്നതിനേക്കാളും മുന്നെയാണ് പ്രിൻസിപ്പൽ അറസ്റ്റ് ആവുന്നത്. അങ്ങോട്ട് മലയോരത്തിലൂടെ സഞ്ചരിക്കുവാനും ആ കർഷകരുടെ കണ്ണീരൊപ്പുവാൻ അവരുടെ കണ്ണുറപ്പിക്കുന്ന രീതിയിലേക്ക്, അതോടൊപ്പം മയക്കുമരുന്നിൻ്റെ അതിവ്യാപനത്തിനെതിരെയും, കൂടാതെ ഞാൻ വരുന്നത് തലശ്ശേരിയിലാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ അകത്തുള്ള ഒരു ചെറിയ കുട്ടിയെയാണ് വീടിനകത്ത് കയറിയിട്ട് ഉമ്മ പുറത്തേക്ക് വരുന്നതിനിടയിൽ ആ മകനെ പട്ടി കടിച്ച് കീറി കൊന്നു കളഞ്ഞു. ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ അധികാരികളുടെ കണ്ണു തുറക്കാൻ നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ കാണുന്നു. പട്ടികളെ കൂട്ടിയ വീടിന് സംരക്ഷണം കൊടുക്കും. അതൊക്കെ ശരിയാണ്, നല്ലതാണ്, സംരക്ഷണം ഒക്കെ നല്ലതാണെന്ന് വേണ്ട എന്നാലും പറയുന്നില്ല. പക്ഷേ അതൊക്കെ മനുഷ്യജീവന്റെ സംരക്ഷണം കഴിഞ്ഞതിന് ശേഷമാകണം എന്നുള്ളൊരു ചിന്ത ഇത് ഭരിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ ഭരണകർത്താക്കൾക്കും ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം. അതിനെതിരെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം എന്നുള്ളത്. ആ തരത്തിലുള്ള ആളുകളുടെ കണ്ണു തുറപ്പിക്കുവാൻ, ഈ വന്യമൃഗ ആക്രമണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുവാൻ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു. നന്ദി, നമസ്കാരം. മുദ്രാവാക്യങ്ങളാണ് ഈ ജാഥയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ വിപ്ലവം തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ലഹരി ഉപയോഗവും അതിനോടനുബന്ധിച്ചുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെയാണ്. സ്കൂളുകളിൽ പോലും ലഹരി വിപണനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എവിടെ എത്തിയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കേണ്ടത്. 26-ാം തീയതി നടന്ന SLC പരീക്ഷയുടെ അവസാന ദിവസം നടന്ന പരീക്ഷയ്ക്ക് ശേഷം സ്കൂളിനകത്ത് ആഘോഷിക്കാൻ കുട്ടികൾ മദ്യവുമായി സ്കൂളിൽ വരുന്നു എന്നതാണ് നാം കാണുന്നത്. കലാലയങ്ങളിലാണെങ്കിൽ ലഹരി ഉപയോഗം അനുസ്യൂതമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജുകളിലായാലും ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും ലഹരി വിൽപ്പന നടത്തുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അതിൻ്റെ വിപണനം നടത്തുന്ന ആളുകളായി വാർത്ത കേൾക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത വലിയ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടി, സമൂഹ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടി BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർജിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാനുമായ ശ്രീ പൈലി വാത്യാട്ട് നയിക്കുന്ന 2 ദിവസങ്ങളിലായി കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലൂടെ സഞ്ചരിച്ച് വർത്തമാന കേരളം നേരിടുന്ന അതിഗുരുതരമായ കേരളത്തിൻ്റെ 234ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ കേരളം വനവുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ കുടിയേറ്റ കർഷകർ അനുഭവിക്കുന്ന വളരെ തിക്ത അനുഭവങ്ങൾ വന സംഘർഷത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഈ BDJS ഈ യാത്ര ഇവിടെ ആരംഭിക്കുന്നത്. കണ്ണൂരിൻ്റെ മേഖലകളിലും വയനാടിൻ്റെ മേഖലകളിലും പാലക്കാട് അതുപോലെ തന്നെ ഇടുക്കി മേഖലകളിൽ അതിശക്തമായ വന്യമൃഗ ആക്രമണത്തിലൂടെ കർഷകർ ജീവൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം കോടിക്കണക്കിന് രൂപയുടെ അവരുടെ കൃഷിയും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെതിരെ കണ്ണു തുറക്കാത്ത ഭരണകൂടങ്ങൾക്കെതിരെയാണ് ജനമനസാക്ഷി ഉയർത്തുന്നതിന് വേണ്ടി BDJS ഇവിടെ ഈ വാഹന പ്രതിരോധ ജാഥ നടത്തുന്നു. ഈ വാഹന പ്രതിരോധ ജാഥയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ലഹരി മരുന്നിനെതിരെയും 70 വയസ്സ് കഴിഞ്ഞ അവർക്ക് ആയുഷ്മാൻ ഭാരത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ നീക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ യാത്ര കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, കണ്ണൂർ ജില്ലയിലെ കാര്യം എടുത്താൽ ആറളം ഒരു ആനത്താവളമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിന് ജീവനും സ്വത്തിനും എല്ലാ ദിവസവും നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന അവസരത്തിലാണ് നമ്മൾ ഈ ജാഥയുമായി കടന്നു പോകുന്നത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.